ഇന്ന് വാഴപ്പിണ്ടി പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 ചെറിയ കഷ്ണം വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അതിനിടയിൽ നാര് ഇതുപോലെ കളഞ്ഞെടുക്കണം. അതിനുശേഷം ചെറുതായി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത കഷണങ്ങൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് വേവിക്കേണ്ടതില്ല. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി അരമുറി തേങ്ങ, 4 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 തണ്ട് കറിവേപ്പ്, 1 ടീസ്പൂൺ കടുക് ചതക്കാനുള്ളതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, കറിവേപ്പ്, പച്ചമുളക്, തൈര് എന്നിവ ചേർത്ത് തരിയില്ലാതെ അരച്ചെടുക്കണം. ഞാൻ അരക്കപ്പ് തൈരാണ് ഉപയോഗിക്കുന്നത്. തൈരിൻ്റെ പുളിയനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി കടുക് ചതച്ചെടുക്കണം. അതിനുശേഷം അരപ്പ് കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ജാറിലേക്ക് ഒഴിച്ച് മുഴുവൻ അരപ്പും കറിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം കടുക് ചതച്ചത് ചേർക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയും എരിവും പാകത്തിനാണോ എന്ന് നോക്കണം. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓണാക്കി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടുമ്പോൾ പച്ചമുളകും കറിവേപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. ഇളക്കി യോജിപ്പിച്ച് പാത്രത്തിലാക്കി ആവശ്യാനുസരണം ചോറിനൊപ്പം വിളമ്പാം.